ഹായ്, വെൽക്കം ടു സോർട്ട് ലേണിംഗ് ആപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേഷൻ ട്രീ ഓർ പാസ് ട്രീ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് ഗ്രാമർ ആൻഡ് ടൈപ്സ് ഓഫ് ഗ്രാമർ എല്ലാം ഡിസ്കസ് ചെയ്തു. ദെൻ ഹൗ വി ക്യാൻ ജനറേറ്റ് സ്ട്രിങ്സ് ഓഫ് ടെർമിനൽസ് ഫ്രം ദ ഗിവൺ ഗ്രാമർ. ഈ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then today we are going to discuss about derivation trees or pass trees. A derivation tree is an ordered tree in which each vertex is labeled to left side of production and in which children of a vertex represent its corresponding right side. The root of tree is the non-terminal symbol, that means variable, which we begin the derivation. നമുക്കറിയാം, ഒരു പ്രോഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എസ് ടെൻസ് ടു എ എ, ദെൻ എ ടെൻസ് ടു ബി ബി, ഈ രൂപത്തിലായിരിക്കും ഇതിനാ പ്രോഡക്ഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് പ്രോഡക്ഷൻ ആസ് ഇൻ ദ ഫോം ഓഫ് ഓർഡേർഡ് ട്രീസ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കൺസിഡർ ദി പ്രോഡക്ഷൻ എസ് ടെൻസ് ടു എ എസ് ബി, എസ് ടെൻസ് ടു എ ബി, ബി ടെൻസ് ടു ബി. നമുക്കറിയാം, ഹിയർ വേരിയബിൾസ് ആർ ക്യാപിറ്റൽ എസ് ബി ആൻഡ് ടെർമിനൽസ് ആർ or alphabets are a comma b, lower case letters a comma b. Then we can generate a strings of terminals using the given productions. Let us start with the start symbol s. S tends to ASB. S tends to ASB. Then we can replace s by ASB or AB. ഏത് വേണമെങ്കിലും കൊടുക്കാം. എസ് എന്ന് കാണുന്നിടത്ത് നമുക്ക് എ എസ് ബി തന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എ ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ എസ്സിന് പകരം ഞാൻ എ ബി എന്ന് കൊടുത്തു, സ്മോൾ ലെറ്റർ എ ദെൻ ക്യാപിറ്റൽ ബി, ദെൻ എസ് ടെൻസ് ടു, അതാണ് ഇവിടെ വന്നത്, എ ബി ബി. ദെൻ ഈ ബിക്ക്, ബി എന്ന് പറയുന്ന വേരിയബിളിന് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും സ്മോൾ ലെറ്റർ ബി വെച്ച് റീപ്ലേസ് ചെയ്തു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദെൻ ഒരു ബി കൂടിയുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എ എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് നമ്മൾ ഡെറിവേഷൻ എന്നൊക്കെ നമ്മൾ പറയും. എസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തു എ എ ബി ബി. ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റെപ്സുകൾ, അതായത് ഇതിനൊക്കെ സെൻറ്റൻഷ്യൽ ഫോംസ് എന്നാണ് പേര് വിളിക്കുക. ഈ സെൻറ്റൻഷ്യൽ ഫോമുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റാർ ഇട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഗ്രാഫ്സായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എപ്പോഴും എന്ത് വേണം, സ്റ്റാർട്ട്. ഇതാണ് റൂട്ട് നോഡ് ഈസ് ഓൾവേസ് സ്റ്റാർട്ട് സിമ്പൽ. ദെൻ നമ്മളിങ്ങനെ നോക്കുക, എസ്സിന് പകരം ഞാൻ എടുത്തത് എ എസ് ബി ആണ്. അപ്പോൾ ദെൻ ചിൽഡ്രൻ ആർ എ എസ് ബി. ഓക്കെ, അഗെയിൻ ഈ എസ്സിന് പകരം വീണ്ടും എ ബി കൊടുത്തു. അപ്പോൾ ഈ ട്രീയിൽ നമ്മൾ എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിൽഡ്രൻ എ ആൻഡ് ബി. ഓക്കെ, ദെൻ ഈ ബിക്ക് എന്ത് യൂസ്, ബി എന്ന് പറയുന്ന ടെർമിനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ലാസ്റ്റ് ബിക്ക് ബി എന്ന് പറയുന്ന ടെർമിനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ലീവ്സ്, കൺസിഡർ ദി ലീവ്സ്. ട്രീയുടെ ലീവ്സ് എന്താ നിങ്ങൾക്കറിയാം. ഈ ലീവ്സ് എടുത്ത് നോക്കൂ, ഇതായിരിക്കും നമ്മുടെ ഈൽഡ് എന്ന് വിളിക്കുക. ഈൽഡ് ഓഫ് എ ട്രീ എന്നാണ് പറയാം. ഇതാണ് നമ്മുടെ ടെർമിനൽസ്, സ്ട്രിങ്സ് ഓഫ് ടെർമിനൽ എ എ ബി ബി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്തത് അത് തന്നെയാണ്. എസ്സിന് എ എസ് ബി, ദെൻ എസ്സിന് അഗെയിൻ എ ബി, ബിക്ക് ബി, ബിക്ക് ബി. ഫൈനൽ ലീവ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈൽഡ് ഓർ സ്ട്രിങ്സ് ഓഫ് ടെർമിനൽ. അതാണ് ഇവിടെ പറഞ്ഞത്. ഓർഡേർഡ് ട്രീ ആണ്. ഈച്ച് വെർട്ടെക്സ് ഈസ് ലേബിൾ ടു ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പ്രൊഡക്ഷൻ ആൻഡ് ഇൻ വിച്ച് ചിൽഡ്രൻ ഓഫ് എ വെർട്ടെക്സ് റെപ്രസെൻറ്റ് ഇറ്റ്സ് കറസ്പോണ്ടിങ് റൈറ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡാണല്ലേ, ഏത് പ്രൊഡക്ഷൻ്റെ എസ് എടുത്തു, ഇതാണ് ഒരു വെർട്ടെക്സ്. ഇതിൻ്റെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എ എസ് ബി. ഈ രൂപത്തിലായിരിക്കും നമ്മളിത് വരയ്ക്കുക. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. യൂസ് ദ ഗ്രാമർ ജി ഗിവൺ ആസ്
G is equal to SAB, AB, S, P. Variables ആണ് SAB, terminals A, B, start symbol S, P is the set of productions. ഇതാണ് set of production. S tends to AB, S tends to BA. ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇനി ഇതിനകത്ത് ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ടു കൺസ്ട്രക്ട് ദ ഡെറിവേഷൻ ട്രീസ് ഫോർ ദി സ്ട്രിങ്സ് A, B. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനൊരു സ്ട്രിങ് നമ്മൾ ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രിങ്സ് ഡിറൈവ് ചെയ്യുന്നു. എസ് ടെൻസ് ടു എ ബി, ഇങ്ങനൊരു പ്രോഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എസ് ടെൻസ് ടു എ ബി. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എ എന്ന് പറയുന്ന പ്രോഡക്ഷൻ, എ എന്ന് പറയുന്ന വേരിയബിളിന് പകരം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. എ സ്മോൾ ലെറ്റർ എ എസ് ബി എ. ഇതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് ക്യാപിറ്റലാണ്, എന്ന് അപ്പർ കേസ് ലെറ്ററാണ്, എ എസ്. ദെൻ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എ ബി എന്നുള്ളത് എ എസ് ബി എന്നായി. ദെൻ ഇവിടുത്തെ വേരിയബിൾസ് നോക്കൂ, ക്യാപിറ്റൽ എസ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. ദെൻ എനിക്ക് എന്ത് ചെയ്യാം, ഈ എസ്സിന് പകരം എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്ക് പകരം ഈ 3 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തത് എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ സെൻറ്ററിലുള്ള എസ്സിന് പകരം ഈ എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ വേരിയബിളുകളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ എ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്, എ എന്ന് പറയുന്നത്. ഈ എക്ക് പകരം വീണ്ടും എന്ത് ചെയ്യാണ്, എ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് എ എസ്. ഇപ്പോഴും ഇവിടെ 3 വേരിയബിൾസ് നിങ്ങൾക്ക് കാണാം, എസ് ബി ബി 3 വേരിയബിൾസ് കാണാം. ദെൻ ഈ എസ്സിന് അഗെയിൻ ഞാൻ എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഈ എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴും ഇവിടെ 4 വേരിയബിൾസ് കാണാം ഇപ്പോഴും. ഇനി നമുക്കറിയാം, നമുക്ക് പിന്നെ 2 എ ഫസ്റ്റ് വന്നു. ദെൻ അപ്പർ കേസ് ലെറ്റേഴ്സ് എ, വേരിയബിൾസ് ബി. ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ് എന്ന് പറയുന്നത് എ ബി 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 ഈ രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ 2 പ്രോഡക്ഷൻസ് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ എ എന്ന് കാണുന്നിടത്ത് നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ എ കൊടുക്കാം, ക്യാപിറ്റൽ ബി എന്ന് കാണുന്നിടത്ത് സ്മോൾ ലെറ്റർ ബി നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഇങ്ങനെയായിരിക്കും, എക്ക് ഈക്വലായിട്ട് ലോവർ കേസ് ലെറ്റേഴ്സ് എ, ദെൻ ബി എന്ന് പറഞ്ഞാൽ ഇത് വേരിയബിൾസ് ആണ്, അതിന് ടെർമിനൽസ് ബി. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ സ്ട്രിങ് തന്നെ നമുക്ക് കിട്ടി. ഇനി നമ്മളിതിന് ട്രീ വരയ്ക്കണം. ഈ എങ്ങനെയാണോ ഡിറൈവ് ചെയ്തത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രീ വരയ്ക്കാം. അപ്പോൾ ഇവിടെ എസ് ടെൻസ് ടു എ ബി. അപ്പോൾ ഇവിടെ നോക്കൂ, എസ്സിന് എ ബി ആണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത്. അതാണ് ഇതിൻ്റെ എസ് എന്ന് പറയുന്നത് റൂട്ടാണ്. അതിൻ്റെ ചൈൽഡ് എ ആൻഡ് അനദർ ചൈൽഡ് ബി. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ എസ് എന്ന് കൊടുത്തു. അതാണ് ഇങ്ങനെ വന്ന് എ എസ്. ഓക്കെ, ദെൻ അഗെയിൻ എസ്സിന് എ ബി കൊടുത്തു, എ ബി. ഓക്കെ, ഇങ്ങനെയാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്, എ ബി. ദെൻ എ ബി എസ്സിന് പകരം എ ബി അസൈൻ ചെയ്തു. ദെൻ എസ്സിന് പകരം അഗെയിൻ എ ബി, അതാണ് എസ് എ ബി. ദെൻ ഇങ്ങനെ കിട്ടിയതിന് ശേഷം എക്ക് ഈക്വലായിട്ട് എ. എന്നിട്ട് നമ്മളിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഈ ലീവ്സ് എടുത്ത് നോക്കൂ, ഇത് തന്നെ ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്ത ആ സ്ട്രിങ് തന്നെ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഈൽഡ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പറയുന്നത് ബാക്കസ്-നോർ ഫോം. നമുക്കറിയാം പ്രോഡക്ഷൻസ് എല്ലാം നമ്മൾ ഇതുവരെ റെപ്രസെൻ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു, എ ടെൻസ് ടു എ ബി, എ ടെൻസ് ടു എ എ. ലോവർ കേസ് ലെറ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടെർമിനൽസും അപ്പർ കേസ് ലെറ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയബിൾസും ആയിരുന്നു. ഇതേ പ്രോഡക്ഷൻസ് ഒക്കെ നമുക്ക് വേറെ രൂപത്തിലും ഒരു ഓൾട്ടർനേറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതാണ് ബാക്കസ്-നോർ ഫോം. There is another notation called Backus-Naur form which is used for describing the productions of context-free grammar.
നോർമലി ഗ്രാമേഴ്സിൽ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമ്മൾ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഓരോ ഗ്രാമറിനും ഓരോ പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ബാക്കസ് നോർ ഫോം യൂസ് ചെയ്യുക. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. എവരി നോൺ ടെർമിനൽ സിമ്പൽ ഓർ വേരിയബിൾസ് എന്നൊക്കെ വിളിക്കാം ഈസ് എൻക്ലോസ്ഡ് ഇൻ ആംഗിൾ ബ്രാക്കറ്റ്സ്. വേരിയബിൾസ് ഈ അപ്പർ കേസ് ലെറ്റേഴ്സിൽ നമ്മൾ പറയുന്ന വേരിയബിൾസ് എല്ലാം എഴുതുമ്പോൾ ഒരു ആംഗിൾ ബ്രാക്കറ്റ്സിൽ എഴുതണം. ദ സിമ്പൽ ഓക്കെ ഒരു 2 കോളൻ ഈക്വൽ ടു നമ്മൾ ഈ ടെൻസ് ടു എന്ന് പറയുന്ന സിമ്പലിന് പകരം ഉപയോഗിക്കുന്നത് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ടെൻസ് ടു ആൻഡ് ഷുഡ് ബി റീഡ് ഈസ് ഡിഫൈൻഡ് ആസ് എന്നാണ് അത് വായിക്കാറ്. ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പ്രോഡക്ഷൻ എ ടെൻസ് ടു എ ബി എന്ന് നമുക്ക് നമ്മളെ രൂപത്തിൽ വായിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കസ് നോർ ഫോമിൽ എഴുതുമ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ ആംഗുലാർ ബ്രാക്കറ്റിൽ എഴുതണം. ദെൻ ടെൻസ് ടു എന്നതിന് പകരം ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറയുന്ന സിമ്പൽ. ദെൻ എവിടെ വേരിയബിൾ വന്നോ അതെല്ലാം ആംഗുലാർ ബ്രാക്കറ്റിൽ. ലാസ്റ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം. എ ടെൻസ് ടു എ എന്ന് പറയുന്നത് എന്താണ്, LHSൽ ഒരു വേരിയബിളാണ്. വേരിയബിളിനെ ആംഗിൾ ബ്രാക്കറ്റ്സിൽ എഴുതി ടെൻസ് ടുന് പകരമായിട്ട് ഈസ് ഡിഫൈൻഡ് ആസ്. ദെൻ ടെർമിനലിൽ അതുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല, അതുപോലെ എ തന്നെ എഴുതി വെക്കുക ടെർമിനൽസ്. ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്. ഇനി റിക്കർസീവ് ആൻഡ് റിക്കർസീവ്ലി എന്യൂമറബിൾ സെറ്റ്സ്. BCയുടെ സിലബസിൽ വളരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഡെഫിനീഷൻ മാത്രം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിക്കർസീവ് ആൻഡ് റിക്കർസീവ്ലി എന്യൂമറബിൾ സെറ്റ്സ്. അപ്പോൾ ആദ്യം ഇത് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് അൽഗോരിതം, എന്താണ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കുക. അൽഗോരിതം നിങ്ങൾക്കറിയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ടു സോൾവ് എ പ്രോബ്ലം ഈസ് നോൺ ആസ് അൽഗോരിതം. ആക്ച്വലി പ്രൊസീജിയറും അങ്ങനെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വാട്ട് ഈസ് പ്രൊസീജിയർ, വാട്ട് ഈസ് അൽഗോരിതം എന്നതിൻ്റെ ഡിഫറൻസ് പറയാം. എ പ്രൊസീജിയർ ഫോർ സോൾവിങ് എ പ്രോബ്ലം ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ക്യാൻ ബി മെക്കാനിക്കലി ക്യാരിഡ് ഔട്ട്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അൽഗോരിതം പഠിച്ച പോലെ തന്നെയാണ്. ഫൈനൈറ്റ് സ്റ്റെപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളൊരു 2 സമ്മ് കാണാൻ, ഒരു 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ നമുക്കറിയാം കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതും. ഈ ഇൻസ്ട്രക്ഷൻസിനെ പ്രൊസീജിയർ എന്ന് പറയാം. എന്നാൽ അൽഗോരിതം ഈസ് എ പ്രൊസീജിയർ ദാറ്റ് ടെർമിനേറ്റ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജിയർ തന്നെയാണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ബട്ട് ഒരു പ്രൊസീജിയർ അൽഗോരിതം ആവണമെങ്കിൽ എന്ത് വേണം, ദാറ്റ് ടെർമിനേറ്റ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. കുറച്ച് സ്റ്റെപ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സുകൾ കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം. ഇതിനൊരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്കത് അൽഗോരിതം എന്ന് പറയാൻ പറ്റുള്ളൂ. വെറും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആണെങ്കിൽ അതൊരു പ്രൊസീജിയർ മാത്രമാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് റിക്കേഴ്സീവ് സെറ്റും റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ സെറ്റും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റിക്കേഴ്സീവ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് എക്സ് ഈസ് റിക്കേഴ്സീവ് ഇഫ് വി ഹാവ് എൻ അൽഗോരിതം ടു ഡിറ്റർമിൻ വെദർ എ ഗിവൺ എലമെൻറ്റ് ബിലോങ്സ് ടു എക്സ് ഓർ നോട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സെറ്റ് ഉണ്ട്. ഈ സെറ്റ് റിക്കേഴ്സീവ് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് എൻ അൽഗോരിതം, നമുക്കൊരു അൽഗോരിതം വേണം to determine whether a given element belongs to x or not. Suppose x എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ഇതിനകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്, കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ് ഈ സെറ്റിനകത്തുണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണെന്ന് വിചാരിച്ചോളൂ. എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ക്ലിയർലി അല്ലേ, വി ഹാവ് എൻ അൽഗോരിതം ടു ഡിറ്റർമിൻ an element belongs to the given set. ഇതിനകത്തുണ്ടോ ഇല്ലേ നമുക്കറിയാം. നമുക്കൊരു അൽഗോരിതം ഉണ്ട്. നമുക്ക് ഏതാണ് അൽഗോരിതം നിങ്ങൾക്കറിയാം. ഒരു എലമെൻ്റ് എടുക്കുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. 2 ഈവൻ നമ്പർ ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ പറയും എലമെൻറ്റ് ബിലോങ്സ് ടു ദ സെറ്റ് എക്സ്. 1 ആണെങ്കിൽ നമ്മൾ പറയും ഇതിനകത്തില്ല എന്ന് പറയും. ഇനി സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റിനകത്ത് നമുക്ക് ഒരു എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് 12 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ സെറ്റിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തുണ്ട്, കൃത്യമായിട്ടൊരു അൽഗോരിതം ഉണ്ട്. എ ഗിവൺ എലമെൻറ്റ് ബിലോങ്സ് ടു എക്സ് ഓർ നോട്ട് എന്ന് പറയാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകൾ റിക്കേഴ്സീവ് സെറ്റുകളാണ്. ഇനി റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ സെറ്റ് ഈസ് എ സെറ്റ് എക്സ് ഫോർ വിച്ച് വി ഹാവ് എ പ്രൊസീജിയർ ടു ഡിറ്റർമിൻ
വെദർ എ ഗിവൺ എലമെൻറ്റ് ബിലോങ്സ് ടു എക്സ് ഓർ നോട്ട്. ഡെഫിനിഷനിൽ ഇത്രയാണ് വ്യത്യാസം. പ്രൊസീജിയർ ഇവിടെയാണെങ്കിൽ വി ഹാവ് എൻ അൽഗോരിതം. ഒരു അൽഗോരിതം ഉണ്ട്, അതായത് ടെർമിനേറ്റ് ചെയ്യും. ഇവിടെ ടെർമിനേറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്ത്? ടു ഡിറ്റർമിൻ വെദർ എ ഗിവൺ എലമെൻറ്റ് ബിലോങ്സ് ടു എക്സ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൽ നിന്ന് ആക്ച്വലി ഒരു അൽഗോരിതം എന്ന് പറയുന്നതും ഒരു പ്രൊസീജിയർ തന്നെയാണല്ലോ. അപ്പോൾ ഒരു പ്രൊസീജിയർ ഉണ്ടായാൽ തന്നെ അതെന്താണ്? റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ സെറ്റാണ്. ഈ പ്രൊസീജിയറിൽ നമ്മൾ ചില റൂളുകൾ, ഒരു റൂൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ടീഷൻ കൂടി വെക്കുകയാണ്. എന്താണ് അത്? ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യും. അപ്പോഴാണല്ലോ അത് അൽഗോരിതം ആവുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ റിക്കേഴ്സീവ് സെറ്റ് ഈസ് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ. ഒരു റിക്കേഴ്സീവ് സെറ്റ് എന്താണ്? റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ കൂടിയാണ്. കാരണം ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ പ്രൊസീജിയർ കൂടിയാണ് അല്ലേ? ഒരു അൽഗോരിതം എന്ന് പറയുന്നത് പ്രൊസീജിയറാണ്. അതുകൊണ്ട് പറയാം റിക്കേഴ്സീവ് സെറ്റ് ഈസ് ഓൾസോ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ സെറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.